കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷോർട്ട് റൺ ട്രഡീഷണൽ കോസ്റ്റ് തിയറി ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ ലോങ് റൺ കോസ്റ്റ് ഓഫ് ദി ട്രഡീഷണൽ തിയറിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, today we are going to discuss about long run cost of the traditional theory. അപ്പോൾ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഷോർട്ട് റൺ തിയറി ഓഫ് ട്രഡീഷണൽ കോസ്റ്റ് ആയിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ ലോങ് റൺ കോസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ലോങ് റൺ കോസ്റ്റ് ആർ ദ കോസ്റ്റ് ഓവർ എ പീരീഡ് ലോങ് ഇനഫ് ടു പെർമിറ്റ് ദ ചേഞ്ച് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലോങ് റണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമുക്ക് മാറ്റാൻ കഴിയും. ലോങ് റണ്ണിൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരിയബിൾ ആണെന്ന് പറയാറുണ്ട്. ലോങ് റണ്ണിൽ എല്ലാ കോസ്റ്റും അതുപോലെ വേരിയബിൾ ആണ്. ലോങ് റൺ കോസ്റ്റ് ആർ ദി പ്ലാനിങ് കോസ്റ്റ് ഓർ ദി എക്സ് ആൻഡ് എ കോസ്റ്റ്. ലോങ് റൺ കോസ്റ്റിനെ പ്ലാനിങ് കോസ്റ്റ് എന്നും അതുപോലെ എക്സ് ആൻഡ് എ കോസ്റ്റ് എന്നും പറയാം. In that they present optimal possibilities for expansion of the output and thus help the entrepreneur plan his future activities. അതായത് ഒപ്റ്റിമൽ ദർ ഈസ് അല്ലേ, ലോങ് റണ്ണിൽ പോസിബിലിറ്റി ഉണ്ട്. എന്തിന് പോസിബിലിറ്റി ഉണ്ട്? ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എൻ്റർപ്രണർക്ക് ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനുള്ള പ്ലാനൊക്കെ തയ്യാറാക്കാം. സോ അതിന് പ്ലാനിങ് കോസ്റ്റ് എന്നും അതുപോലെ എക്സ് ആൻഡ് എ കോസ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആണ് പറയുന്നത്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഡിനോട്ടിങ് ദ ലീസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദ കറസ്പോണ്ടിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീസ്റ്റ് കോസ്റ്റ്, ഏറ്റവും ചെറിയ ലെവലിലുള്ള കോസ്റ്റ് ഏതാണോ അതിനെ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന രേഖയാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഈച്ച് പോയിന്റ് ഓഫ് ദിസ് കർവ് ഷോസ് ദി മിനിമം കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് ദ കറസ്പോണ്ടിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് വെൻ എനി ഡിസൈഡ് സ്കെയിൽ ഓഫ് പ്ലാന്റ് ക്യാൻ ബി ബിൽറ്റ്. അല്ലേ, ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം കോസ്റ്റാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റിലെ എല്ലാ പോയിന്റ്സും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്ലാനിങ് കർവ് എന്ന് പറയാം. ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഗൈഡ് ടു എൻ്റർപ്രണർ ഇൻ ഹിസ് ഡിസിഷൻ ടു പ്ലാൻ ദ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വരുത്തണം, അത് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു പ്ലാനിങ് ഉണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇതിനെ ലോങ് റൺ ആവറേജ് കോസ്റ്റിനെ പ്ലാനിങ് കർവ് എന്നും പറയാറുണ്ട്. The LAC curve is also known as envelope curve because it envelops the SAC curve. The LAC curve എന്ന് പറയുന്നത് envelope curve ആണ്. എന്തുകൊണ്ടാണ്? because it envelops the SAC curves. ഓക്കെ, LAC കർവിനെ എന്താ പറഞ്ഞാൽ എൻവലപ്പ് കർവ് എന്ന് പറയുന്നു. എൻവലപ്സ് എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യുക, മൂടുക എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ SAC കർവ്സിനെ മൂടിയിട്ടാണ് ഈ ഒരു LAC കർവ് പോകുന്നത്. The LAC is derived from short run average cost curve. Short run average cost curve നിന്നാണ് LAC ഡിറൈവ് ചെയ്തിട്ടുള്ളത്. Each point on the LAC corresponds to a point on a short run average cost curve. അല്ലേ, LACയിലെ എല്ലാ പോയിന്റും സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ടു എ പോയിന്റ് ഓൺ എ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിലെ ഓരോ പോയിന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. വിച്ച് ഈസ് ടാൻജന്റ് ടു LAC അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും LAC നമ്മൾ ടാൻജൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടാൻജൻറ്റ് ചെയ്യുന്ന പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് LAC കിട്ടുന്നത്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റുകൾ കുറേ ഉണ്ടാവും. ആ ആവറേജ് കോസ്റ്റുകളിലെ പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് LAC കിട്ടുന്നത്. ദ ഡെറിവേഷൻ ഓഫ് LAC കർവ് ഫ്രം ഷോർട്ട് റൺ കോസ്റ്റ് കർവ് ഈസ് ഷോൺ ഇൻ ദി ഫോളോയിങ് ഫിഗർ. ദർ ആർ 5 SAC കർവ്. ഇപ്പോൾ ഒരു ഗ്രാഫ് നോക്കിയാൽ ഇവിടെ ഇതാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അപ്പോൾ ഇവിടെ SAC എന്നൊക്കെ പറയുന്നത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റാണ്. ഈ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് കിട്ടുന്നത്? LAC കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിന്റിൽ വരുന്ന എല്ലാ പോയിന്റ്സുകളും കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്നതാണ് LAC. അതുകൊണ്ട് ഇതിനെ എൻവലപ്പ് കർവ് എന്ന് പറഞ്ഞു. LAC എന്ന് പറഞ്ഞാൽ SACയെ ആവരണം ചെയ്തിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് നോക്കാം. So there are 5 SAC curve. As the firm expand and it is capable of greater output, SAC farther to the right represent this. അപ്പോൾ 5 SAC കർവുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫേം ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്ത് അതുപോലെ SAC എന്ത് ചെയ്യും? റൈറ്റിലേക്ക് മാറും. As we move from SAC1 to SAC5, the firm is expanding its size and output. അപ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ SAC1ൽ നിന്ന് റൈറ്റിലേക്ക് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. SAC5 ആകുമ്പോൾ ഒന്നും കൂടെ ഫേം ലാർജായിട്ട് എക്സ്പാൻഡ് ചെയ്തു.
The LAC encompasses all of the most efficient SAC curves available to the firm in the long run for each possible output. The lowest possible average cost in the long run for all potential output occurs at point N on SAC 3, corresponding to the output X1. The firm experiences economies of scale up to this point, and beyond its diseconomies of scale take over. Thus, the LAC curve is U-shaped curve. ലോവസ്റ്റ് പോസിബിൾ ആവറേജ് കോസ്റ്റ് ലോങ് റണ്ണിൽ എവിടെയാണ് സംഭവിക്കുന്നത്? എൻ എന്ന് പറയുന്ന പോയിന്റിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ലോവസ്റ്റ് പോസിബിൾ ആവറേജ് കോസ്റ്റ് ലോങ് റണ്ണിൽ എവിടെയാണ്? പോയിന്റ് എന്നിലാണ്. SA3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് X1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് എന്നിലാണ് സംഭവിക്കുന്നത്. ഫേം അവിടെ എക്കണോമീസ് ഓഫ് സ്കെയിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ ഇൻക്രീസ് ചെയ്യുന്ന അവിടെ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിലാണുള്ളത്. അപ്പോൾ LAC കർവ് എന്താണ്? U-shaped കർവാണ്. ഓക്കെ. So in the traditional theory of the firm, the LAC curve is U-shaped. LAC കർവിൻ്റെ ഷേപ്പ് എന്താണ്? U-shaped ആണ്. എന്താണ് സൂചിപ്പിക്കുന്നത്? ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് സൂചിപ്പിക്കുന്നത്. According to these laws, the unit cost of production decrease as a plant size increases. Plant size increase ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. എക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാകുന്നത് കൊണ്ട്. അതേപോലെ വിച്ച് ദ ലാർജ് പ്ലാന്റ് സൈസ് മേക്ക് പോസിബിൾ. ദ ട്രഡീഷണൽ തിയറി ഓഫ് ദ ഫേം അസ്യൂംസ് ദാറ്റ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എക്സിസ്റ്റ് ഓൺലി അപ് ടു ദ ഒപ്റ്റിമം പ്ലാന്റ് സൈസ്. ഒപ്റ്റിമം പ്ലാന്റ് സൈസ് എത്തുന്നത് വരെയുള്ളൂ എക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ്? വിത്ത് ദിസ് പ്ലാന്റ് സൈസ് ഓൾ പോസിബിൾ എക്കോണമീസ് ആർ ഫുള്ളി എക്സ്പ്ലോയിറ്റഡ്. എല്ലാ പോസിബിൾ എക്കണോമീസിനെയും ചൂഷണം ചെയ്യുന്നത് അതുവരെ ചൂഷണം ചെയ്യാൻ കഴിയുള്ളൂ, അതിനപ്പുറത്തുനിന്ന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒപ്റ്റിമം പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് നമ്മൾ എന്നാണ്. ഇഫ് ദ പ്ലാന്റ് സൈസ് ഇൻക്രീസസ് ഫർദർ ദാൻ ദിസ് ഒപ്റ്റിമം സൈസ് ദർ ആർ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ അറൈസിങ് ഫ്രം മാനേജീരിയൽ ഇനഫിഷ്യൻസീസ്. മാനേജീരിയൽ ഇനഫിഷ്യൻസി കൊണ്ട് തന്നെ ഇതിനപ്പുറം നമ്മൾ പ്ലാന്റ് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അവിടെ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാവും. The turning up of the LAC curve is due to managerial diseconomies of scale. അപ്പോൾ LAC curve റൈസ് ചെയ്യുന്നു പറഞ്ഞല്ലോ. LAC curve റൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മാനേജീരിയൽ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ്. At the falling part of the LAC curve, the plants are worked to full capacity. To the rising part of the LAC, the plants are overworked. അപ്പോൾ LAC curveൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കുറയുക, അതേപോലെ ഒന്ന് കൂടുക. കുറയുന്ന ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സ് നല്ല ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്തത്. കൂടുന്ന ഭാഗത്ത് എന്ത് ചെയ്തു? പ്ലാന്റ്സ് ഓവർ വർക്ക്ഡ് ആണ്. അപ്പോൾ മിനിമം പോയിന്റ് N ആണ്. അവിടെ പ്ലാന്റ് ഒപ്റ്റിമലി എംപ്ലോയിഡ് ആണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ കുറയുന്ന ഭാഗത്തും പിന്നെ ഇവിടെ ഓവർ വർക്ക്ഡും ആണെന്ന് പറയുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് അസംഷനായിട്ട് പറയുന്നത് ട്രഡീഷണൽ U-shaped കോസ്റ്റ് കർവിൽ പ്ലാന്റ് സൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒപ്റ്റിമം സിംഗിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. പ്ലാന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻഫ്ലെക്സിബിൾ ആണ്, മാറ്റാൻ കഴിയില്ല. ദർ ഈസ് നോ റിസർവ് കപ്പാസിറ്റി ഇല്ല. ആസ് എ കോൺസിക്വൻസ് ഓഫ് ദിസ് അസംഷൻ ദ LAC കർവ് എൻവലപ്സ് ദി SAC. അതുകൊണ്ട് തന്നെയാണ് LAC SACയെ എന്ത് ചെയ്യുന്നത്? ആവരണം ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈച്ച് പോയിന്റ് ഓഫ് ദി LAC ഈസ് എ പോയിന്റ് ഓഫ് ടാൻജൻസി വിത്ത് ദ കറസ്പോണ്ടിങ് SAC കർവ്. LACയിലെ എല്ലാ പോയിന്റ് ആണെന്നുണ്ടെങ്കിലും SACയോട് എന്താ പറയുക ടാൻജൻറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ്. Any point on the planning curve represent the minimum cost for producing the corresponding level of output. ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എടുത്താലും അതിന് മിനിമം കോസ്റ്റ് വരുന്ന രീതിയിലാണ് ഈ പോയിന്റുകളെല്ലാം പറഞ്ഞിട്ടുള്ളത്. Any point above the LAC is inefficient because it shows a higher cost of producing the corresponding level of output. LACയുടെ മുകളിൽ വരുന്ന എല്ലാ പോയിന്റ്സ് എന്താണ്? ഇനഫിഷ്യൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? അതൊക്കെ ഹയർ കോസ്റ്റ് ആണ് കാണിക്കുന്നത്. Any point below the LAC is economically desirable because it implies lower unit cost but it is not attainable. LACയുടെ താഴെ വരുന്ന എല്ലാ പോയിന്റ്സും എന്താണ്? അതായത് LACയുടെ താഴെ വരുന്ന എല്ലാ പോയിന്റ്സും ഇവിടെ വരുന്ന ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് എക്കണോമിക്കലി ഫീസിബിൾ ആണ്, ഡിസൈറബിൾ ആണ്, പക്ഷെ നമുക്കത് അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അറ്റൈനബിൾ അല്ല. ഇതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അത് ഹയർ കോസ്റ്റുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഒപ്റ്റിമത്തിൽ വരുന്ന കോസ്റ്റ് പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിനെ എങ്ങനെ ആവരണം ചെയ്തിട്ടാണ് LAC നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ എൻവലപ്പ് കർവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ.
അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും അതുപോലെ ലോങ് റൺ ആവറേജ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഷോസ് ദി ലോവസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എനി ഔട്ട്പുട്ട് വെൻ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. എല്ലാ ഫാക്ടേഴ്സും മാറ്റാൻ കഴിയുമ്പോഴുണ്ടാകുന്ന ലോവസ്റ്റ് കോസ്റ്റാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എനി ഔട്ട്പുട്ട് വെൻ വൺ ഓർ മോർ ഫാക്ടേഴ്സ് ആർ ഹെൽഡ് കോൺസ്റ്റന്റ് അറ്റ് സം സ്പെസിഫിക് ലെവൽ. ഒരു സ്പെസിഫിക് ലെവലിൽ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഒന്നോ രണ്ടോ ആ ഫാക്ടേഴ്സിനെ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന കോസ്റ്റാണ് ലോവസ്റ്റ് കോസ്റ്റാണ് എന്ത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് അത് ഫോളോയിങ്. അപ്പോൾ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാകുന്ന ലോവസ്റ്റ് കോസ്റ്റ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ഫാക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിയിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാകുമ്പോൾ ലോവസ്റ്റ് കോസ്റ്റാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. തമ്മിൽ ഡിഫറൻസ് പറയുകയാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഈസ് ഫ്ലാറ്റർ ദാൻ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. Second one is even though the short run and long run average costs are U-shaped, different economic factors explain the shape of these curve. രണ്ട് കർവ് എന്താണ്? ഷോർട്ട് റണ്ണും ലോങ് റൺ ആവറേജ് കോസ്റ്റും യു ഷേപ്ഡ് ആണെങ്കിലും രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ദ SAC ഈസ് യു ഷേപ്ഡ് ബിക്കോസ് ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, വെറാസ് ദി LAC ഈസ് യു ഷേപ്ഡ് ബിക്കോസ് ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. SAC എന്തുകൊണ്ടാണ് യു ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ കൊണ്ടാണ്. LAC ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഓഫ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ദ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് cannot fall below the LAC because the LAC curve represents the lowest attainable cost for each possible output. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന് ഒരിക്കലും LACന് താഴെ പോകാൻ കഴിയില്ല. ബിക്കോസ് എന്താണ്? LAC കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലോവസ്റ്റ് അറ്റൈനബിൾ കോസ്റ്റ് ആണ്. എല്ലാ പോസിബിൾ ഔട്ട്പുട്ടിനുള്ള ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റാണ് LAC കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന് LACനേക്കാളും താഴെ പോകാൻ കഴിയില്ല. നെക്സ്റ്റ് the fourth one is the short run average cost is tangent to the long run average cost only at the level of output for which the quantity of the fixed factor is optimal and lies above it for all other levels of output. Short run average cost long run average costനെ ടാൻജൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ്? at the level of output for which the quantity of the fixed factor is optimal. ഫിക്സഡ് ഫാക്ടറിൻ്റെ ക്വാണ്ടിറ്റി ഒപ്റ്റിമൽ ലെവലിൽ എത്തുമ്പോഴാണ് ഒപ്റ്റിമൽ ലെവൽ എത്തുമ്പോഴുണ്ടാകുന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, അവിടെ മാത്രമാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റും തമ്മിൽ ടാൻജൻറ്റ് ചെയ്യുന്നത്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ലോങ് റൺ ആവറേജ് കോസ്റ്റിനെ ടാൻജൻറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ്? ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഫോർ വിച്ച് ദ ക്വാണ്ടിറ്റി ഓഫ് ദി ഫിക്സഡ് ഫാക്ടർ ഈസ് ഒപ്റ്റിമൽ ആൻഡ് ലൈസ് എബോവ് ഇറ്റ് ഫോർ ഓൾ അതർ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. ഫിക്സഡ് ഫാക്ടറിൽ നിന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാകുന്ന ഒപ്റ്റിമത്തിലെത്തുന്ന ഭാഗത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് രണ്ടും ടാൻജൻറ്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ LACനേക്കാളും കൂടുതലായിരിക്കും. ഈ LACൻ്റെ കണ്ടല്ലോ കർവ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലോങ് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റുമാണ്. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് മെഷർ ചെയ്യുന്നത് എന്താണ്? ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് അല്ലേ? ഓരോ ഔട്ട്പുട്ട് യൂണിറ്റിനും ഉണ്ടാകുന്ന ലോങ് റൺ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റമാണെന്ത്? ലോങ് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? ചേഞ്ച് ഇൻ ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ലോങ് റൺ MC ഈസ് ഡിറൈവ്ഡ് ഫ്രം ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവിൽ നിന്നാണ് ലോങ് റൺ MC ഉണ്ടാകുന്നത്. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് യു ഷേപ്ഡ് ആണ്. അത് അതിന് മിനിമം പോയിന്റിലെത്തും. LAC മിനിമം പോയിന്റിലെത്തുന്നതിന് മുന്നേ തന്നെ LMC മിനിമം പോയിന്റിലെത്തും. ദ LMC കട്ട്സ് ദ LAC ഫ്രം ബിലോ. LMC എന്ത് ചെയ്യുന്നു? LACയുടെ മിനിമം പോയിന്റാണ് കട്ട് ചെയ്യുന്നത്. The LMC cuts LAC from below at its lowest point. The relationship between LAC and LMC is shown in the following figure. അപ്പോൾ ആദ്യം LMC മിനിമം പോയിന്റിലെത്തുന്നു, പിന്നീടാണ് LAC മിനിമം പോയിന്റിലെത്തുന്നത്. ഈ പോയിന്റിലെത്തിയതിന് ശേഷം LMC എന്ത് ചെയ്യുന്നു? LACയെ കട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ വെൻ LAC ഈസ് ഡിക്രീസിങ്, LAC കുറയുമ്പോൾ LMC curves lies below it. LMCന് മുകളിലാണ് അല്ലേ? LAC കുറയുമ്പോൾ LMC അതിന് മുകളിലാണ്. LAC കർവ് റൈസ് ചെയ്യുമ്പോൾ LMC ലൈസ് എബോവ് ഇറ്റ്. LAC കർവ് റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ LMC കർവാണ് അതിൻ്റെ മുകളിൽ ഉള്ളത്. ഓക്കെ, LAC കർവ് റൈസ് ചെയ്യുകയാണെങ്കിൽ LMC മുകളിൽ വരും. വെൻ ദ LAC അറ്റ് ഇറ്റ്സ് മിനിമം പോയിന്റ് ദ LAC ആൻഡ് LMC കർവ്സ് ആർ ഈക്വൽ. LAC മിനിമം പോയിന്റിൽ എത്തുമ്പോൾ LAC LMC ഈക്വൽ ആണ്. ഓക്കെ,
മിനിമം പോയിന്റ് എത്തുമ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ലോങ് റൺ കോസ്റ്റിൽ വരുന്നത്, ലോങ് റൺ തിയറി ഓഫ് ട്രഡീഷണൽ കോസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കർവ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ.